ഇങ്ങനേകം മനോരാജ്യം പറ്റി പറയുമ്പോൾ ഞാനൊരിക്കൽ നമ്മുടെ ഗ്രൂപ്പിൽ സജസ്റ്റ് ചെയ്ത് എൻ്റെ ഓർമ്മ 75-76 കാലത്താണ്. കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് സുധ കോഴിക്കോട്ട് വന്നതിന് ശേഷം കഥകളി പ്രോഗ്രാം തുടങ്ങിയ കാലത്ത് കുറേ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അന്ന് ഒന്ന് ട്രെയിനിങ്, അതായത് ഒന്ന് പഠിപ്പിച്ച്, രണ്ടാമതൊന്ന് റിഹേഴ്സൽ മാതിരിയല്ല, കൂടെ ഇരുത്തി പഠിപ്പിക്കണം എന്ന നിലയ്ക്ക് അന്ന് പെട്ടെന്ന് ഓർമ്മ വന്നത് എനിക്ക് ഒന്ന് ബാലകൃഷ്ണൻ തമ്പാൻ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് നെല്ലിയോട് നമ്പൂരി, തിരുവന്നൂരിലുള്ള എൻ്റെ പഴയ വീട്ടിൽ എൻ്റെ അച്ഛൻ അവിടെ നിന്നുണ്ടായിരുന്നു, അദ്ദേഹം നമ്പൂരിയായിരുന്നു. അപ്പോൾ അതും കൂടി ഒരു അഡ്വാൻറ്റേജ് ആയിരുന്നു ഇദ്ദേഹത്തിന്. അവിടെ വന്ന് 3 ദിവസം, ഇന്നത്തെ മാതിരിയല്ല, കുളിച്ച് താമസിച്ച് ഞങ്ങളെ കുളത്തിൽ രാവിലെ കുളിക്കും, വൈകുന്നേരം കുളിക്കും, സദ്യാവന്ദനം, അച്ഛനോടൊപ്പം കുറേ നമ്പൂതിരി ഫലിതങ്ങൾ പറഞ്ഞ് വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യൻ. അതിൻ്റെ കൂടെ ഞങ്ങളോടൊക്കെ അന്ന് കുറേ തമാശയും പറയും. അങ്ങനെ സുധയെ പഠിപ്പിച്ചിട്ട് 2-3 കഥകളി പഠിപ്പിച്ച് ചെയ്യേണ്ടി വന്നു. ആ ഓർമ്മ പിന്നെ എപ്പോൾ കാണുമ്പോഴും എന്നോട് പറയും, നമ്മൾ പണ്ട് താമസിച്ചത് അന്ന് ഓർമ്മയിൽ വയ്ക്കും. അച്ഛനൊക്കെ വലിയ കാര്യമായിരുന്നു അന്ന്. അതുപോലെ അത് കഴിഞ്ഞ് എപ്പോൾ കാണുമ്പോഴും വളരെ സിമ്പിളായിട്ടും അതിനൊക്കെ പറഞ്ഞ മാതിരി, ഈ മനോജ് മാതൃഭൂമിയിൽ എഴുതിയ മാതിരി, ഒരു ദിവസം രാത്രി മുഴുവൻ കഥകളി കാണുമ്പോൾ കാണികളൊക്കെ വളരെ രൗദ്ര വേഷം കെട്ടി നമ്മളെല്ലാം പേടിപ്പിച്ച ആളെ പിറ്റേന്ന് രാവിലെ ബസ് സ്റ്റോപ്പിൽ ഒടിഞ്ഞ് കുഴിഞ്ഞും കൊണ്ട് ഇങ്ങനെ ഒരു ജുബയും, ഒരു ടൈറ്റ് ജുബയും, ഒരു കൊടയും പിടിച്ച് നിൽക്കുന്നത് ഒരിക്കലും ഒരു വ്യക്തിക്കും മനസ്സിലാവില്ല. ഇത്രയും സിമ്പിളായിട്ടൊരു വ്യക്തിയാണെന്നുണ്ട്. അതുപോലെ ഒരു അദ്ദേഹം കാണാത്ത ലോകം, സഞ്ചരിക്കാത്ത ലോകത്ത് ഒരു സ്ഥലമില്ല, അദ്ദേഹം അവതരിപ്പിക്കാത്ത കഥാപാത്രങ്ങളില്ല. നേരത്തെ പറഞ്ഞ കലി, അത്രയും വലിയൊരു മനുഷ്യൻ. തീർച്ചയായിട്ടും 82 വയസ്സ് കഴിഞ്ഞു മരിക്കണം. അദ്ദേഹത്തിൻ്റെ മകള് എഴുതി നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും. ആ മരിക്കുന്ന സമയത്ത് ആ ലാസ്റ്റ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പദം ചൊല്ലിക്കൊണ്ടാണ് മൂപ്പര് കണ്ണടച്ചത്, അവസാനം വെള്ളം കൊടുത്തത്. സത്യം പറഞ്ഞാൽ വിഷ്ണുപാദം അല്ലെങ്കിൽ ദൈവത്തിൽ അദ്ദേഹം പോയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തോടയത്തിന് എല്ലാവർക്കും, കഥകളി സ്നേഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോട് തോടയത്തിൻ്റെ പേരിലും വ്യക്തിപരമായിട്ടുമുള്ള അനുശോചനം ഈ സമയത്താണ്. വിളിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എനിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പം തന്നെ മൂപ്പർക്ക് ഇങ്ങനെ വിതുമ്പിയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം അത്രയും ഓരോ കലാകാരൻ്റെയും ഓരോ ആസ്വാദകൻ്റെയും മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ശ്രീ നെല്ലിയോട് മാസ്റ്റർ. അതേസമയം അടുക്കും ചിട്ടയുള്ള അഭ്യാസങ്ങളും കലാശങ്ങളും വേഷങ്ങളും വേഷഭംഗി എല്ലാം കൊണ്ടും ഒരു തികഞ്ഞ കലാകാരൻ. വീണ്ടും പറയുകയാണെങ്കിൽ സാത്വികനായ അസുരവേഷധാരി എന്ന് തന്നെ നമുക്ക് പറയാം. മാത്രമല്ല ആള് ഇത്രയും ലളിതമായ ജീവിതവും ഇത്രയും ലാളിത്യവും അരങ്ങിലും അണിയറയിലും ഒരുമാതിരി കാത്തു സൂക്ഷിച്ച ഒരു വ്യക്തി നമ്മുടെ ഇടയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുക എന്ന് പറയുമ്പോൾ തികച്ചും കലാകേരളത്തിനും കഥകളി ലോകത്തിനും ഒരു വൻ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഇന്ത്യയുടെ ഒരു ഫലിതം പറയുണ്ടായി. ഈ കലാമണ്ഡലം വിജയകുമാർ, അതായത് നമ്മുടെ കലാമണ്ഡലം കൃഷ്ണകുമാറിൻ്റെ കസനാണ്, ബാർബറ എന്ന് പറഞ്ഞ ബ്രിട്ടീഷുകാരെ കല്യാണം കഴിച്ച് ലണ്ടനിൽ സെറ്റ് ചെയ്തത്. അവിടെ ചെന്നിട്ട് രാവിലെ 3 മണിയാകുമ്പോൾ നല്ല മരം കോച്ചെടുത്താണ്. ഇപ്പോഴത്തെ മൂപ്പിൽ തോർത്തുകൊണ്ട് എടുത്തിട്ട്, കോണവും തോർത്തുകൊണ്ട് എടുത്തിട്ട് പ്രഭാത പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുക കുടി കഴിഞ്ഞിട്ട്. അപ്പോൾ മൂപ്പർക്ക് എങ്ങനെ വെച്ചാൽ നിന്നുറങ്ങാൻ എക്സ്പേർട്ടാണ്. ബസ്സിൽ പോവുകയാണെങ്കിലും ട്രെയിനിൽ പോവുകയാണെങ്കിലും നിന്നുറങ്ങാൻ വളരെ എക്സ്പേർട്ടാണ്. ഈ കക്ഷി ഇവിടെ നിന്നുറങ്ങി തോർത്തുകൊണ്ട് അഴിഞ്ഞു പോയി. ബാർബർ എഴുന്നേറ്റ് വന്നപ്പോൾ മൂപ്പരുണ്ട് ഹോളിന്റെ നടുവിൽ നിൽക്കണമെങ്കിൽ. അപ്പൊ ഓടിച്ചെന്ന് വിജയകുമാരോട് വന്നു, സംതിങ് ഹാസ് ഹാപ്പൻഡ്, കം ആൻഡ് സീ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് നോക്കിയപ്പോൾ മൂപ്പര് ഇങ്ങനെ നിൽക്കുക. മുണ്ടഴിഞ്ഞു പോയത് അറിഞ്ഞിട്ടില്ല. അത്ര ശുദ്ധനായിട്ടുള്ളൊരു മനുഷ്യനാണെന്ന് പറയുന്നത്. അത് ഒരു എന്താ പറയുക, ഒരു പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഒരാൾക്കും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാട്. നമ്മളെ എല്ലാവരെയും ഒരുപോലെ ദുഃഖത്തിലാക്കുക, പിന്നെ വിധി നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല എന്നുള്ള ഒരു സത്യത്തിൽ നമ്മളാണ് വിശ്വസിക്കുക. പത്രമാധ്യമങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇത്രയും അവാർഡുകളും ഇത്രയും പ്രഗത്ഭനുമായിട്ടുള്ള ഒരു മഹത് വ്യക്തിയെ വേണ്ട രീതിയിൽ അവർ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു
സത്യം. പിന്നെ അദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേകത കേട്ടിട്ടുള്ളത്, അദ്ദേഹം കുചേലവൃത്തം കളിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം അദ്ദേഹം ഭക്ഷണം കഴിക്കില്ല അത്ര. അന്നത്തെ ദിവസം അദ്ദേഹം ഭക്ഷണം കഴിക്കാണ്ട് വളരെ സാധകനായിട്ട് ആ കുചേലനെ പോലെ തന്നെ പരമദാരിദ്ര്യം അനുഭവിക്കുന്ന രീതിയിൽ വയറൊട്ടി കണ്ടാൽ കുചേലനാണ് എന്ന് തോന്നും വിധം ആണ് അദ്ദേഹം ആ കളി കഴിയുന്നത് വരെ അദ്ദേഹത്തിന്റെ ആ കലയോടുള്ള അദ്ദേഹത്തിന്റെ അർപ്പണബോധം നമുക്ക് ആ ഒരൊറ്റ വേഷത്തോട് അദ്ദേഹം കാണിക്കുന്ന ആത്മാർത്ഥതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സംഭവം തൃശ്ശൂർ ക്ലബ്ബിൽ എനിക്കത് ഓർക്കാൻ പറ്റില്ല, അല്ല ഓർക്കണം. കാരണം അദ്ദേഹത്തിന് ഒരു നിറം ഉണ്ടായിരുന്നു രാമകേശൻ്റെ, പിന്നെ നരകാസുരനോടും വലിയ കഷ്ടമാണ്. അന്ന് വന്നാൽ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നല്ല ഈ കെട്ടി ഇതൊക്കെ അല്ല ചെയ്യാൻ നടക്കുന്നത്. വലിയ ചരക്ക് ചെമ്പ് കൊടുത്തിട്ട് അതിൽ എത്തിയിട്ട് കുരുതി പകരുക. ഒരാൾ ചോദിച്ചു, തിരുമേനിനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണമെന്ന്. അതൊക്കെ ഞാനായിക്കോളാം, എനിക്ക് 2 കുപ്പി ദർശമൂലാരിഷ്ടം തന്നാൽ മതി. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമ്മളൊരു 20 വയസ്സുള്ള സമയത്താണ്. അത് വേണ്ട നമുക്ക് എന്നെ ചെയ്തു തുടങ്ങും. ഞാൻ ഈ നിളം നിൻ്റെ കൂടെ വയ്ക്കരുത്, അത് എല്ലാവർക്കും കാണാൻ വേണ്ടി. അത് റിജിനേറ്റീവാണ്. സെക്രട്ടറിനെ നമ്മൾ നന്നായിട്ട് അറിയണം. സെക്രട്ടറി പറഞ്ഞു, താൻ അവിടെയൊക്കെ ജോലി ഇതാക്കി കുരുതി കലക്കിയിട്ട് ആണെന്നില്ലൊക്കെ ഞങ്ങൾ കുട്ടിക്ക് തരാമെന്ന്. നല്ലൊരു സ്വാത്തിങ്ങനെ കോടയത്തിൻ്റെ അനവധി അരങ്ങുകൾ അയാൾ ഇവിടെ ചെയ്തതിൻ്റെ, തിരുവണ്ണൂരും കോടയത്തിന് വേണ്ടി ചെയ്തതിൻ്റെ കലി, പിന്നെ ജരാസന്ധൻ, കുചേലൻ, അങ്ങനെ ഒട്ടനവധി വേഷം. അവിടെ വന്ന വീട്ടിലാണ് വരിക. അദ്ദേഹം ആ നമ്മൊരു ചിട്ടയോടുകൂടെ പോകുള്ളൂ. സന്ധ്യ ഒന്നാം വേണം, ഇലയിൽ ഊണഴിക്കും. ഇവിടെ കളിക്ക് വന്നിട്ട് നമ്മുടെ ചിന്മയെ കളിക്ക് വന്നിട്ട് പ്ലേറ്റ് ഒന്നും ബീസ് അത് പറഞ്ഞു, അതിനോട് പറഞ്ഞില്ല, പപ്പയുടെ പൊടിയൊന്നുമില്ല. ഇതാക്കിയിട്ട് ആർക്കും എൻ്റെ ഫാദറിനും ഇവിടെ കളി നടത്തണം ഒരു വലിയ കാര്യമുണ്ട്. കുഞ്ചനായരുടെ ശിഷ്യൻ എന്നുള്ളൊരു, അതിപ്പോൾ ഇതിലൊക്കെ പറഞ്ഞു കിട്ടുന്നുണ്ട്. കുഞ്ചനായരുടെ ശിഷ്യൻ എന്നുള്ള നല്ലൊരു ഇത് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ പറയാറുണ്ട്. തൃശ്ശൂർ നെല്ലായിക്കുന്നത്ത് മനയില് ഒരു കഥകളി പദ ചെല്ലല് മാത്രം, കഥകളി ഉണ്ടായില്ല. അതിൻ്റെ കൂടെ ഒരാടലും ഉണ്ടായിരുന്നു. അതിന് ഇങ്ങേരെ അവിടെ ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ ആദ്യം അദ്ദേഹത്തെ കാണുന്നത്. പിന്നെ നമ്മൾ തോടയത്തിൻ്റെ കഥകൾ സിറ്റി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ഒന്ന് കുചേലനായിട്ടുണ്ട് അല്ലേ? അതിനും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സിറ്റി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ വിജയകൃഷ്ണൻ ഉദ്ഘാടനമല്ല, സ്ഥാപക ദിനത്തിൽ വിജയകൃഷ്ണനെ കഥകളി ആദ്യമായിട്ട് കാണുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഈ കുചേലവൃത്താവുകൊണ്ട് അങ്ങേർക്കത് വളരെയധികം മനസ്സിൽ പിടിച്ചു. അന്ന് അങ്ങേര് അനൗൺസ് ചെയ്തു, ഇനി എല്ലാ വർഷവും സ്ഥാപക ദിനത്തിന് ഇവിടെ കഥകളി ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അന്ന് അനൗൺസ് ചെയ്തായിരുന്നു, അത് അവിടെ വെച്ച് നടന്നില്ല. അന്ന് ഓപ്പൺ ഗ്രൗണ്ടിൽ വെച്ചാണ് നടന്നത്. നല്ല പരിപാടിയായിരുന്നു, നല്ലോണം ആളും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ വേഷം പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ട്. വിഷ്ണുവിൻ്റെയൊക്കെ പറഞ്ഞ മാതിരി വളരെ സാത്വികനായിട്ടുള്ള ഒരാള് ഇങ്ങനെ ഈ ഭീകര വേഷങ്ങൾ കെട്ടിയാടുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു വൈപരീത്യം അങ്ങോട്ട് ദഹിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ്. അത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തിരുന്ന ഒരാളാണ്. ഏതായാലും മദൻ പറഞ്ഞ മാതിരി ശരിക്കും വിഷ്ണുപാദം പോയി തന്നെ നമുക്ക് സമാധാനിക്കാം. മംഗളഗാത്രി നീയന്തിങ്ങിനെ തുടങ്ങുന്നു ഒരു കാര്യമാണ്. നമ്മൾ പല കലാകാരന്മാരും അഭിനയ രംഗത്ത് വളരെ തികവാർന്ന വെട്ടിത്തിളങ്ങി തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ വേഷത്തിൽ കാണുമ്പോൾ ചെറിയ ആൾക്കാരെയെങ്കിലും തിരിച്ചറിയാൻ പറ്റാതെ വരും. പക്ഷേ ഇവിടെ കണ്ടാലും എപ്പോഴും കണ്ടാലും തിരിച്ചറിയാവുന്ന 1-2 പ്രതിഭകൾ ഉണ്ട്. അതിലൊരാളായിരുന്നു ശ്രീ നെല്ലിയോടാശാൻ. അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നെല്ലിയോടാശാൻ്റെ വേഷമാണ് എന്നുള്ളത്. നമുക്ക് വളരെ സ്വാത്വികനായിട്ട് വളരെ സാധാരണക്കാരനെ പോലെ ഇരിക്കുന്ന ഒരാൾ ഇത്രയും രൗദ്രവേഷങ്ങൾ, കലി, ദുശാസനം ഏതൊക്കെയാണെങ്കിലും ശരി. അതുപോലെ ഈയിടെ ഗണകൻ്റെ വേഷം നമ്മൾ കണ്ടിരുന്നു.
ഇതൊക്കെ നോക്കുമ്പോൾ വളരെ എന്താ പറയുക, ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അഭിനയം എന്നുള്ളത് നമുക്ക് മറക്കാൻ പറ്റില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം. നമ്മൾ പലരും പറയുന്ന പോലെ മനോജ് കുറൂർ പറഞ്ഞ പോലെയൊക്കെ തന്നെ അരങ്ങിൽ രൗദ്രഭാവത്തോടുകൂടി നിന്ന ഒരു മനുഷ്യൻ പിറ്റേ ദിവസം രാവിലെ ഒരു ചെറിയ ബാഗും എടുത്ത് ഒരു കുങ്കുമക്കുറിയൊക്കെ തൊട്ട് ബസ് സ്റ്റാൻഡിലും ഒക്കെ നടന്നു പോകുന്നത് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും എന്ന് പറഞ്ഞാൽ അത് ഒരാളുടെ മാത്രമല്ല ഒരുപാട് പേരുടെ അനുഭവം തന്നെയാണ്. എന്തായാലും ആ മഹത്തായ ആ കലാകാരൻ്റെ അന്ത്യം ഈ രാമായണ മാസത്തിൽ തന്നെയായി. അദ്ദേഹം വിഷ്ണുപാദം പോയി എന്നറിഞ്ഞപ്പോൾ വളരെ ദുഃഖം തോന്നി. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. പങ്കജബാണനൂരു പകയ ചമഞ്ഞിതെന്നി പങ്കജബാണനൂരു പകയ ചമഞ്ഞി. അത് കുറുവട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിൻ്റെ അടുത്ത 2-3 പറമ്പ് അപ്പുറത്താണ് പിന്നെ നാണുനാരാശാൻ്റെ വീട്. അപ്പോൾ ഞങ്ങളുടെ ഡ്യൂട്ടി വരുന്നത് 8 മണി മുതൽ 11:30 വരെയും പിന്നെ 3:30 അന്നത്തെ കാലത്ത് 3:30 മുതൽ 5 മണി വരെ. ഈ സമയത്ത് ഞാൻ മിക്കവാറും നാണുനാരാശാൻ്റെ വീട്ടിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലം അവിടെ പോയി ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു ദിവസം ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് അന്ന് എനിക്ക് ആളെ അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പം അത് തിരുമേനി നെല്ലിയോട് വാസുദേവൻ എന്ന് പറഞ്ഞുകൊണ്ട് നാണുനാരാശാനാണ് എന്നെ ആദ്യമായിട്ട് ഈ തിരുമേനിയെ പരിചയപ്പെടുത്തുന്നത്. പിന്നീട് പല വേഷങ്ങളും കൊണ്ട് അല്ലാതെ നേരിട്ട് വ്യക്തിപരമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ലായിരുന്നു. എന്നാൽ സുരേഷിനറിയാം, ഗോദാമ സാറിൻ്റെ പൂഞ്ഞാർ കോവിലത്തെ ഉത്സവ കളിക്ക് ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ ആ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അവിടം വരെ ഞങ്ങളുടെ കൂടെ ഒരു സഹയാത്രികനായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ആ സമയത്ത് വളരെയധികം സംസാരിക്കാനും പല കാര്യങ്ങളെക്കുറിച്ച് അറിയാനും ഒക്കെ കഴിഞ്ഞു. പിന്നെ ഈ താമസ വേഷങ്ങളൊക്കെ പ്രസിദ്ധമാണ്. അതോടൊപ്പം കുചേലവൃത്തത്തിൽ കുചേലൻ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നൊരു വേഷം അദ്ദേഹത്തിൻ്റെ. അതിലൊരു ഭാഗം വരുന്നത്, അപ്പം അതെനിക്ക് അത്ര പറയാൻ കഴിയില്ല, സന്ദീപിനി ഭാഷയെ ഓർമ്മിക്കുന്നത്. ആ ഭാഗം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ആ ഭക്തി നമ്മളെ ശരിക്കും നമുക്ക് പുളകമനും. ആ ഭക്തി ഭാവം മറ്റൊരു വേഷക്കാരനും ഞാനത് കണ്ടിട്ടില്ല. ഞാൻ പലപ്പോഴും മറ്റ് പല വേഷക്കാരെ അത് വെച്ച് സാമ്യപ്പെടുത്താറുണ്ട്. എന്നാൽ പോലും തിരുമേനിയുടെ അടുത്തുനിന്ന് കണ്ട ആ അനുഭൂതി ഒരിക്കൽ പോലും മറ്റൊരു വേഷം, പ്രസിദ്ധന്മാരായ മറ്റു പല വേഷക്കാരെ അത് കണ്ടിട്ടുണ്ടെങ്കിലും അവരുടെ അടുത്തൊന്നും ആ ഒരു ഭാവം, ആ അനുഭൂതി ഉണ്ടായിട്ടില്ല. ഇതൊക്കെയാണ് അദ്ദേഹത്തിന് ഏതായാലും വിഷ്ണുപദം തൂക്കി വളരെ നല്ല ഒരു ജീവിതം അദ്ദേഹം ജീവിച്ചു എന്ന് നമുക്ക് സമാധാനിക്കാം. ഇത്രയും സന്തോഷകരമായ ഒരു ജീവിതം, അദ്ദേഹത്തിന് ദുഃഖം കാര്യമായിട്ടൊന്നും ഉണ്ടായതായിട്ടൊന്നും അറിയില്ല. അദ്ദേഹം ഈ ജീവിതത്തിൽ സന്തോഷിച്ചൊരു വ്യക്തിയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ ശാന്തിയും തരുന്നുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ തീർക്കുന്നു. എന്നാലും അദ്ദേഹത്തിന്റെ പെങ്ങളെ കൊടുത്തിരിക്കുന്ന കക്കോടി ചാത്തനാട്ടൊക്കെയാണ്. അപ്പം ഞാൻ തിരുവനന്തപുരത്ത് ആർക്കിടെക്ചർ പഠിക്കാൻ പോയ സന്ദർശനം പറഞ്ഞു, നെല്ലിയോട് എന്നൊരാളുണ്ട്, അവിടെ പോയി കണ്ടോളൂ, അദ്ദേഹത്തിന്റെ പെങ്ങളെ കൊടുത്തങ്ങോട്ടാണ്, എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു വരും എന്നൊക്കെ പറഞ്ഞു. അപ്പം പൂജപ്പുരം പോയി, അദ്ദേഹം താമസിക്കുന്ന വീട്ടിലൊക്കെ പോയി കണ്ടു. ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ വളരെ ലളിതമായിട്ടുള്ളൊരു ലാളിത്യമായിരുന്നൊരു ജീവിതം. പിന്നെ അതിനുശേഷം എവിടെ പോകുമ്പോഴും കഥകളി എവിടെയെങ്കിലും കാണാൻ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പോയി കാണും, പിന്നെ പോയി കാണും, സംസാരിക്കും. അന്നപ്പോ ഒക്കെ ഓർമ്മ, ഒറ്റ പ്രാവശ്യം കണ്ട് നേരിട്ട് പരിചയമുള്ളൂ. അപ്പോൾ പിന്നീട് കാണുമ്പോഴൊക്കെ ആ ഓർമ്മ ഉണ്ട്, എവിടെയാണ്, എല്ലാവരും കൃത്യമായിട്ട് അറിയാം, എല്ലാവരെ പറ്റി ചോദിക്കും. അങ്ങനെ ഒരു വളരെ ലളിതമായിട്ടുള്ളൊരു ജീവിതം നയിച്ചൊരു ആളായിരുന്നു. ആ ഒരു ഓർമ്മ എനിക്കുള്ളത്. പിന്നെ എല്ലാവരും പറഞ്ഞതുപോലെ കഥകളി വേഷങ്ങൾ, സാത്വികമായിട്ടുള്ള ജീവിതം, അതൊക്കെയാണ് ഓർമ്മിക്കാനുള്ളത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ആശാനെ പോലെ, നെല്ലിയോട് തിരുമേനിയെ പോലെ ഇത്രയും മഹത്തായിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് അനുശോചിക്കാൻ ഞാൻ ആളല്ല. എന്നാലും ഈ ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് ഈ ഒരു അവസരത്തിൽ ഞാൻ അദ്ദേഹത്തെ ഈ ഒരു അവസ്ഥയെ ദുഃഖത്തോടെ ഓർമ്മിക്കുകയാണ്. അതിൽ അഭിമാനിക്കാനുള്ളൊരു കാര്യം, അദ്ദേഹം എൻ്റെ നാട്ടുകാരനാണ് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം വണ്ടൂരുകാരനാണ്. ഇപ്പം എല്ലാവരും പറഞ്ഞ മാതിരി
വളരെ പരമ സാത്വികനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അവസാന വേഷം ഞാൻ കണ്ടിട്ടുള്ളത് തൃപ്പൂണിത്തറ എന്ന ആശാരിയാണ്. 2 വർഷം മുമ്പ് ഭഗവതം ആശാരി. അപ്പോൾ അന്നും ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. കോഴിക്കോട് നിന്നാണ് തോടയത്തു നിന്നാണെന്ന് പറഞ്ഞ സമയത്ത് വളരെ സ്നേഹത്തോടെ, കാരണം ഞങ്ങൾ അദ്ദേഹം താമസിക്കുന്നതും അവിടെ അടുത്ത് തന്നെയുള്ള വീട്ടിൽ തന്നെ. അപ്പോൾ ഒരുപാട് സ്നേഹം, ഇത്രയും ഉന്നത സ്ഥാനത്തിൽ നിൽക്കുമ്പോഴും ഇത്രയും ലളിതമായി, ഇത്രയും സൗമ്യമായി, ഒരു ജാടയോ അഹങ്കാരവും ഇല്ലാതെ ഒരു സൗമ്യ മനസ്സോടു കൂടി നിൽക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ സത്യം പറഞ്ഞാൽ കഥകളി ലോകത്തിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. തീർച്ചയായിട്ടും ഈ കർക്കിടക മാസത്തിൽ, ഈ പുണ്യമാസത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷത്തിൽ അദ്ദേഹം മകൻ്റെ കയ്യിൽ നിന്നും വെള്ളം ചോദിച്ചു വാങ്ങി മകളുടെ ശ്രീദേവിയുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ അതൊരു മോക്ഷം തന്നെയായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം അർഹിച്ച മോക്ഷം അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളതാണ് തോടയത്തിൻ്റെ പേരിൽ, എൻ്റെ സ്വന്തം വ്യക്തിപരമായ പേരിൽ എല്ലാ അനുശോചനവും. അങ്ങൂ പോവതെങ്ങനെ അങ്ങനെ ഞാൻ അങ്ങൂ പോവ എങ്ങനെ